ഹായ് ഓൾ, എൻ്റെ പേര് ബഹാവുദ്ദീൻ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അതായത് ഒരു പാർട്ട്ണർ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ളത്. അതായത് ഈ ചാപ്റ്ററിൽ മുഴുവനായും ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാർട്ട്ണർ ഒരു ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്താൽ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. സോ ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോ നമ്മൾ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമതായി നമുക്ക് പറയാൻ പറ്റും ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റലാണ്. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഫേമിലേക്ക് ഒരു പാർട്ട്ണർ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ നിർബന്ധമായിട്ടും അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ക്യാപിറ്റൽ ഫേമിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും, അല്ലേ? സോ ഈ ക്യാപിറ്റലിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. അതാണ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. സെക്കൻഡ് വൺ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നിങ്ങൾ സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഫേമിലേക്ക് ഒരു പാർട്ട്ണർ ജോയിൻ ചെയ്യാണ്, അതായത് അഡ്മിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഫേമിലേക്ക് ഒരു പാർട്ട്ണർ വരുമ്പോൾ നിർബന്ധമായിട്ടും അയാൾക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? അതന്നെ, പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരും, റൈറ്റ്? സോ ഇങ്ങനെ പ്രോഫിറ്റ് കൊടുക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കാം? അപ്പോൾ അതിന് റേഷ്യോ വേണ്ടേ? ആ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? അതൊക്കെയാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്നത്. ദാറ്റ്സ് കോൾഡ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ആൻഡ് തേർഡ് വൺ ഈസ് ദാറ്റ് കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ. എന്താ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? എടാ സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എയും ബിയും ഒരു പാർട്ട്ണറാണ്, ക്ലിയർ? ഈ ഫേമിന് മുഴുവൻ പ്രോഫിറ്റും ഇപ്പോൾ ആർക്കാണ് കിട്ടുന്നത്? എക്കും ബിക്കുമാണ് കിട്ടുന്നത്, റൈറ്റ്? എന്നാൽ പുതുതായിട്ട് സി എന്ന് പറഞ്ഞൊരു പാർട്ട്ണർ കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? എക്കും ബിക്കും കിട്ടേണ്ട പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ആർക്ക് കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും? സിക്ക് കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ആബ്സല്യൂട്ട്ലി, മനസ്സിലായല്ലോ? സോ ഇങ്ങനെ സിക്ക് പ്രോഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ എയും ബിയും നഷ്ടം അനുഭവിക്കുകയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? മനസ്സിലായോ? എളുപ്പത്തിലൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ വിചാരിക്കാം, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 3 മിഠായി ഉണ്ട്. ഈ 3 മിഠായിൽ 2 മിഠായി എൻ്റെ കയ്യിലാണ്, 1 മിഠായി ബീൻ്റെ കയ്യിലാണ്. ഇത് മനസ്സിലായോ? സി എന്ന് പറഞ്ഞ പാർട്ണർ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യുകയെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എൻ്റെ മിഠായിൻ്റെ കയ്യിലുള്ളതിന് ചെറിയൊരു പീസ് എ സിക്ക് കൊടുക്കേണ്ടി വരും, ബീൻ്റെ കയ്യിലുള്ള മിഠായിൻ്റെ പീസും ബി ആർക്ക് കൊടുക്കേണ്ടി വരും? സിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി ഉള്ളതിനും കുറയാണ്, നഷ്ടം സംഭവിക്കുകയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ? ഇത് ഓക്കെയാണോ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 2 പാർട്ട്നേഴ്സും, വിച്ച് മീൻസ് ഓൾഡ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് നഷ്ടം അനുഭവിച്ചത് എന്നതിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനെയാണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. നാലാമത്തെ പോയിന്റ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. അതായത് റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്ത് എന്താ റീകോൺസ്റ്റിറ്റ്യൂഷൻ? ഫേമിൻ്റെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ചേഞ്ച് സംഭവിക്കുന്ന സിറ്റുവേഷൻസ്, അല്ലേ? സോ ഇത്തരത്തിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ചേഞ്ച് സംഭവിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ചില സിറ്റുവേഷൻസിൽ അസറ്റിനെയും ലയബിലിറ്റിയെയും നമ്മൾ റീവാല്യൂ ചെയ്യണം, ഒന്നുകൂടി വാല്യൂ ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ? ഇതിനെയാണ് നാലാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഫിഫ്ത്ത് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. എന്താണ് ഈ റിസർവ്സ് എന്ന് പറഞ്ഞാൽ? ഫേമിൻ്റെ മുൻകാലങ്ങളിൽ കിട്ടിയ പ്രോഫിറ്റിനെ നമ്മൾ മാറ്റി വെച്ചതിന് വിളിക്കുന്ന പേരാണ് റിസർവ്സ്. വിച്ച് മീൻസ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വെറുതെ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? റിസർവ് ആക്കി വെക്കും, കരുതൽ തന്നെ ശേഖരമായിട്ട് മാറ്റി വെക്കും. തിരിഞ്ഞോ? ക്ലിയർ? ഇങ്ങനെ മാറ്റി വെക്കുന്ന എമൗണ്ടാണ് റിസർവ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് വെച്ചാൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുക്കാത്ത പ്രോഫിറ്റിനെയും ലോസിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് അഥവാ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ഈ 2 ഐറ്റത്തെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ച് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 5ാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, 6th വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലാണ്. മക്കളെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഒരു പാർട്ട്ണർ ഒരു ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ക്യാപിറ്റൽ മാത്രമല്ല കൊണ്ടുവരാം, 2 കാര്യങ്ങൾ കൊണ്ടുവരണം. ഒന്ന് ക്യാപിറ്റലാണ്, രണ്ടാമത്തേത് ഗുഡ്വില്ലാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ഗുഡ്വിൽ എങ്ങനെ കൊണ്ടുവരണം? എത്ര ഷെയറാണ് ഗുഡ്വിൽ കൊണ്ടുവരേണ്ടത്? ഈ ഗുഡ്വിൽ ആർക്കൊക്കെ വീതിച്ച് കൊടുക്കണം? എങ്ങനെ വീതിച്ച് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഒരു പുതുതായിട്ടൊരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ഫേമിലെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഒന്നുകൂടെ റീഅഡ്ജസ്റ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇതിനെയാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഈ 7 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ കൂടിയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ 7 പോയിന്റ്സും എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി എന്ത് മക്കളെ, നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.